ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം. അപ്പോ പിന്നെ അജിത് കുമാറിനോട് ഞാനും വിയോജിക്കുകയാണ്. ഒരു ഡ്രസ്സിങ്ങിലല്ല റെസ്പെക്ട് വേണ്ടത്, പക്ഷെ ഒരു സ്ത്രീന്റെ പേഴ്സണാലിറ്റിയിലാണ് റെസ്പെക്ട് വേണ്ടത്. പക്ഷെ ആ പേഴ്സണാലിറ്റിയെ സ്ത്രീയുടെ ഒരു ബ്യൂട്ടി ഓവർ റൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. ഈ മിസ് ഇന്ത്യ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ വസ്ത്രധാരണം ഒരു പ്രശ്നമാകാറുണ്ടല്ലോ. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കല്ല, കാണുന്നവർക്ക്. അത് മാനദണ്ഡമായി എടുക്കാറുണ്ടോ അതിന്റെ ജഡ്ജിങ്ങിലൊക്കെ? ജഡ്ജിങ്ങിന്റെ നിയമമാണ് സാർ ആ ഡ്രസ്. അങ്ങനെ അത് ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഞാനൊരു സാറിന് അറിയാലോ, നാഷണൽ മൂടി പോകുന്ന ഒരു ഡ്രസ് കോഡുമായിട്ട് നമുക്ക് ഇതിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം, അത് ആരാണ് ആ ചോയ്സ് ഡിഫൈൻ ചെയ്തത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ മിസ് ഇന്ത്യ മത്സരത്തിലെ ജഡ്ജസിൽ അവിടെ റൂൾ ഉണ്ട്. ഇപ്പൊ 2015 കാൻ ഫിലിം ഫെസ്റ്റിവലില് ഈ ഗാലയിലുള്ള റെഡ് കാർപ്പറ്റ് ഉണ്ട്. ആ റെഡ് കാർപ്പറ്റിൽ ഹൈ ഹീൽ ഷൂ ഇടണം എന്നുള്ള നിയമമുണ്ട്. അത് ഇടാത്ത സ്ത്രീകൾ അവിടെ നിന്ന് പുറത്താക്കിയതിന് ലോകത്ത് മുഴുവൻ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഹീൽ ഷൂസ് ഇടണ്ട ഒരു സ്ത്രീക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അതിന് അനുവദിക്കാത്തൊരു സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് സ്ത്രീന്റെ ചോയ്സ്? അപ്പൊ ആരാണ് ഈ ചോയ്സ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഇപ്പൊ ഫെമിനിസ്റ്റ് ഓതറായ സാൻഡ്രാലിയൊക്കെ 1990 അവരുടെ ഡൊമിനൻസ് ആൻഡ് ഫെമിനിസം എന്നുള്ള പുസ്തകത്തിൽ ഫിനോമിനൽ ഓഫ് ഒപ്രഷൻ, അടിച്ചമർത്തലിന്റെ പ്രതിഭാസം എന്നുള്ള പുസ്തകത്തിൽ 90 പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ ഈ ചോയ്സ് അല്ല, ഇതൊരു ഇല്യൂഷൻ ഓഫ് ചോയ്സ് ആണ്. സത്യത്തിൽ ഇവർ അനുഭവിക്കുന്നത് ഒരു സൈക്കോളജി ഓഫ് ഒപ്രഷൻ ആണ്. അതായത് ഒരു പാട്രിയാർക്കി. പാട്രിയാർക്കി. കാരണം ഇവര് സത്യത്തിൽ, ഞാൻ ഇവരെന്ന് പറയുന്നത് നിങ്ങളല്ലോ, ഞാൻ ഈ ഇതിനെ അനുകൂലിക്കുന്ന ടോട്ടൽ വിശാലമായ അർത്ഥത്തില്ല. ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം, അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തില് ഇത് സെക്ഷുവലി അല്ല, അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി ഒക്കെ എഡ്യൂക്കേഷന്റെ ഭാഗം. ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡ്രസ് ഡീൻ ബെർണറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്, ചില ക്ലോത്ത്, വസ്ത്രങ്ങൾ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ്. ആ സെക്ഷുവലി മെന്നിനെ, പുരുഷന്മാര് പല ടൈപ്പ് ഉണ്ട്. ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി ഉണ്ട്, സൈക്കോളജി പഠിച്ചവർക്ക്. ഡാർക്ക് ട്രയഡ് അല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോ, ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റിയിൽ അവര് ചില സൈക്കോപാത്ത് ഉണ്ടാവും, അവരില് പിന്നെ ഈ നാർസിസ്റ്റുകൾ ഉണ്ടാവും. ഇവരെന്താ ഭയങ്കര കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, പക്ഷെ നിങ്ങളെ കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അത്തരം പേഴ്സണാലിറ്റികളെല്ലാം അവരാഗ്രഹിക്കുന്ന ഒരു പുരുഷാധിപത്യം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മെയിൽ ഡിസയറിനനുസരിച്ച് വസ്ത്രം ധരിച്ച് കൊടുക്കലല്ല സത്യത്തിൽ ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ടത്. അവര് ആ വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റിന്റെ മുകളിൽ വരണം. ഇപ്പൊ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇപ്പൊ ഡൽഹിയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റിൽ അവിടെ ഒരുപാട് ഐക്കണിക് ആയിട്ടുള്ള ഫീമെയിൽസിന്, പെൺകുട്ടികൾ നമ്മൾ കണ്ടു. അവരുടെ ബ്യൂട്ടി അല്ല അവിടെ മാനദണ്ഡം, അവരുടെ കറേജും ബ്രേവും ആണ് മാനദണ്ഡം. അതാണ് എല്ലായിടത്തും വരേണ്ടത്. ആ പേഴ്സണാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ ബ്യൂട്ടി വരുന്ന സ്ഥലങ്ങളിൽ. ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവേണ്ടത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ ഇത് നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല, കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്. ഞാൻ പറയുന്നതല്ല, കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിന് പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് അവിടെയാണ്
പറയാം. പിന്നെ നമ്മൾ കാണുന്നില്ലേ സാർ ഒരു കാര്യം, ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ അതിന്? അപ്പൊ അത് ഞാൻ പറയുന്നത് പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന് ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവരെന്തും ചെയ്യുന്നത്. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള നിങ്ങൾ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം, ഈ ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ച്വൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല, അവർ പൂർണ്ണമായും ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾ ഈവൻ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് പോലും സെക്ച്വൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. അഥവാ ഈ ആളുകൾ പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്, അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഇവരുടെ വീട്ടിൽ ഉപയോഗിക്കും. അമ്മ എന്നുള്ള ഒരു എല്ലാ ബഹുമാനം തന്നിട്ട് ഇവരോട് ചോദിക്കുക. ഇവർ ഇത്ര നേരം സ്ത്രീകളെ കുറ്റം പറയുന്നു. അന്ന് അറ്റത്തിരിക്കുന്ന അദ്ദേഹം ചർച്ച തുടങ്ങിയത് അമ്മ എന്ന വ്യക്തിയെ നമ്മൾ ഭാരത സംസ്കാരം അനുസരിച്ച് അത്രയും ബഹുമാനിക്കുന്ന ഒരു പദമാണ്. ഇദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങിയത് എങ്ങനെയാണ്? അമ്മ എന്ന് പറയുന്നത് പോണിന്റെ സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനിലുള്ള ഒരു ആയുധാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ അവസരമാണ്. ഫസ്റ്റ് ഹനാൻ പറഞ്ഞ നോണ. മോം എന്ന പദം 2017 പോൺഹബ് പുറത്തുവിട്ട പഠനത്തിൽ അവരുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട പദമാണെന്ന സങ്കടമാണ് പറഞ്ഞത്. ആ സങ്കടത്തിന് മുന്നിൽ എന്താണ്? സ്വന്തം മോമിന്റെ എക്സ്പോസിംഗ് അല്ല, കേക്ക് സ്വന്തം മോമിന്റെ എക്സ്പോസിംഗ് അല്ല അവിടെ പ്രശ്നം. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിൽ ഫോൺ ഇൻഡസ്ട്രിക്കുള്ളിൽ ഇങ്ങനെ പോലും ആളുകൾ വിയേർഡായി പോകുന്നു. അത്രത്തോളം ആളുകൾ സെക്ച്വലി ഡീസെൻസിറ്റൈസ്ഡ് ആകുന്നു. ന്യൂഡിറ്റി കണ്ട് അവർക്ക് നോവൽറ്റി വേണ്ടി വരുന്നു, പുതിയ കണ്ടന്റുകൾ ആവശ്യം വരുന്നു. അത് ഇൻസെസ്റ്റ് കണ്ടന്റുകൾക്ക്, അഗമ്യഗമന കണ്ടന്റുകളിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നതിന് കാരണമാണ്. ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇതാ ഇന്ന നെയിം സ്ലിപ്പാണ് കൊടുക്കുന്നത്, അതിന് പേട്രിയാർക്കി, ഓപ്പറേഷൻ, ഇതുപോലെയുള്ള കുറെ പേരുകളും കണ്ടെത്തിയിട്ട് നിങ്ങൾ വിലയിടാൻ വരരുത്. സർ, ഞാൻ പറഞ്ഞത് പാട്രിയാർക്കിക്ക് എതിരാണ്. പാട്രിയാർക്കിക്ക് എതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സൊസൈറ്റിയിൽ പല രൂപത്തിൽ ഇതിന് ഇപ്പൊ 2 രൂപത്തിൽ ഇതിന്റെ മാനദണ്ഡം, പുരുഷന്മാർക്ക് മാനദണ്ഡം ഉണ്ട്. ഒരു പിന്നെ സ്ത്രീകളുമായിട്ടുള്ള എന്തെങ്കിലും ഹരാസ്മെന്റോ അബ്യൂസോ നടക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 78 സ്റ്റോക്കിംഗ് പിന്നെ പാടില്ല. അത് സ്ത്രീയെ സ്റ്റോക്ക് ചെയ്താൽ എത്ര ഇംപ്രിസൺമെന്റും ഒക്കെ എല്ലാം ഉണ്ട്, 3 കൊല്ലം തടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. BNS സെക്ഷൻ 63 റേപ്പിനെതിരെയുള്ള ശിക്ഷകളുണ്ട്. പുരുഷൻ എന്ത് ചെയ്താലും പണിഷ്മെന്റ് ഉണ്ട്, പണിഷ് ചെയ്യപ്പെടണം. പുരുഷൻ സെക്ച്വലി പ്രൊവോക്കേറ്റീവ് ആയാലും എന്തെങ്കിലും ഹരാസ് ചെയ്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. അവൻ തന്നെയാണ് ഒന്നാം പ്രതി, ഒരു സംശയവുമില്ല. പക്ഷേ അപ്പോ മറ്റേ ഭാഗത്ത് അഥവാ മറ്റു ഭാഗത്തും ഒരു നിയന്ത്രണം. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. അവിടെ ആദ്യം സൂചിപ്പിച്ച ആ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരു സംശയമില്ല. അതിനെതിരാണ് നമ്മളെല്ലാം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറയുന്നത് പാട്രിയാർക്കി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, സ്വാതന്ത്ര്യമുണ്ടോ വസ്ത്രം ധരിക്കാനെന്നുള്ളതല്ലേ? അത് തീർച്ചയായും വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്, നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് ഇവിടെ പറയണത്. അമ്പലത്തിൽ പോകുമ്പോ ഒരു മുണ്ടും നേരിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോ അത് കൊടുത്തോണ്ട് പോകുന്നതിലല്ല വിവരം ഇരിക്കുന്നത്. പഠിക്കണം. അടുത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡ്രസ്
അതേപോലെ തന്നെ നേരത്തെ ഹനാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് അത് വണ്ടി പിടിച്ചു വന്നാൽ പുതിയ കാലത്ത് ധരിക്കേണ്ട ഡ്രസ്സ്, ഈ ഒരു നെറേറ്റീവ് ഇല്ലേ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഈ നെറേറ്റീവ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവിടെ ആക്ച്വലി നിങ്ങളെ ചോയ്സ് ആണെന്ന് വിചാരിക്കുന്നിടത്ത് അവിടെ തെറ്റുന്നു, അബദ്ധം പറ്റുന്നു. ആക്ച്വലി പുരുഷൻ നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുകയാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മുമ്പ് മുതലുള്ള പഠനങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാറുമറക്കൽ സമരം അടക്കം, അഥവാ സ്ത്രീയെ കൊണ്ട് മാറി നിർബന്ധിച്ച് തുടപ്പിച്ചിരുന്നു പുരുഷൻ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കിയാലും പുരുഷനെ സംബന്ധിച്ച് പുരുഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്? സ്ത്രീയുടെ ന്യൂഡിറ്റി കാണൽ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൽ. ഐ ട്രാക്കിംഗ് സ്റ്റഡീസ് എടുക്കാം സൈക്കോളജിയിൽ. അതേപോലെ തന്നെ പുരുഷന്റെ സെക്ഷൽ ബിഹേവിയർ എടുക്കാം. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ കൊണ്ട് ട്രെൻഡിന്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെയാവണം, കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെയാവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെയാവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ധരിപ്പിക്കുന്നു. അതാണ് ഓപ്പറേഷൻ ആയിട്ട്. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. മാറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി കൊടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും, ഒരെണ്ണം അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി കൊടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. ഇങ്ങനെയുള്ള ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ കാണുന്നവന്റെ കണ്ണിലാണെന്ന് ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട് സാർ. ഒരാൾക്ക് സെക്ച്വൽ അറൗസൽ തോന്നിയാലും സെക്ച്വൽ ഡിസയർ തോന്നണമെന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ബ്രെയിൻ കൊണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും. പക്ഷെ തടയാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ഇതിൽ ഏതാളാണ് ഏതാളാണ് തടയാത്തത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പുരുഷനെതിരെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീന്റെ ഭാഗത്ത് നിന്ന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. ചോയ്സ് ആയതുകൊണ്ട് നിയന്ത്രണം ഇല്ലാന്ന് പറഞ്ഞ അർത്ഥമല്ല. എനിക്ക് ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് ഇവിടെ ഒരു മിനിറ്റ്. എനിക്ക് രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് ലൗഡ് സ്പീക്കറിൽ പാട്ട് പാടണം വെച്ചാൽ എന്റെ ചോയ്സ് ആണ്, എന്റെ ആഗ്രഹമാണ്. പക്ഷെ നിയമം അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റൂല. അപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെ ജനാധിപത്യ രാജ്യമല്ലേ ഡ്രസ് ഇടുന്നതിനുള്ള അവകാശം. പറഞ്ഞോട്ടെ, അത് ഞാനിതൊന്ന് പറയട്ടെ. പുരുഷന്മാര് സ്ത്രീകളുടെ ശരീരം കണ്ട് വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അവര് വൾഗറായിട്ട് ഡ്രസ് ധരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളെ അല്ല പറയുന്നത്. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് യുഎസിൽ നടന്നൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ എമൗണ്ട് ഓഫ് സ്കിൻ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? സ്ത്രീകൾ നല്ല സ്കിൻ ആയതുകൊണ്ടല്ല, അത് പുരുഷന്റെ മേലെ സ്ത്രീകളുടെ മേലെ ഒരു പാട്രിയാർക്കിയൽ ആയിട്ടുള്ള ഒരു ഒപ്രഷൻ ഉണ്ട്. കാരണം അവൾ പ്രഷറൈസ്ഡ് ആണ്. അതായത് ഒരു സ്ത്രീ ചിന്തിക്കുന്ന അവളുടെ വാല്യൂ ഒരു മിനിറ്റ് അവളുടെ വാല്യൂ എന്നുള്ളത് അവളുടെ സെക്സ് അപ്പീൽ ആണ് എന്നുള്ളത് സ്ത്രീകളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സ്റ്റാൻഡേർഡിൽ സ്ത്രീയുടെ ഞാൻ പറഞ്ഞല്ല, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പഠനം 2007 പുറത്തിറങ്ങിയ റിപ്പോർട്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന്റെ ഇത് മാത്രല്ല, പെൺകുട്ടികളെ വളർന്നു വരുന്ന പെൺകുട്ടികളെ ഈ വസ്ത്രധാരണ അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അവരും കൂടുതലായിട്ട് എമൗണ്ട് ഓഫ് സ്കിൻ എക്സ്പോസ് ചെയ്യാണ്. എന്തിനാണ് സ്ത്രീകൾ കൂടുതൽ എമൗണ്ട് ഓഫ് പറഞ്ഞ പോലെ ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്. അതെ, ന്യൂഡ് ബീച്ചസ് ഉണ്ട്. കൂടുതൽ ആസ്വദിക്കുന്നത് ആരാണ് ആസ്വദിക്കുന്നത്? ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് പറഞ്ഞു സാർ, ബയോളജി സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോകുന്ന രീതികളും അവിടെയുള്ള നേക്കഡ് ആയിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ ഹൃദയാഘാതം ഒന്നും അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അമേരിക്കയിലെ പേപ്പർ എടുക്കുമ്പോൾ അമേരിക്കയിലെ ബീച്ചുകളിലൂടെയും അമേരിക്കയിലെ കൾച്ചറിലൂടെയും അമേരിക്കയിലെ ഒരു സൊസൈറ്റിയിൽ കൂടുതൽ സെക്സ്വലി എക്സ്പോസർ ആയാൽ അവിടെ പുരുഷന്റെ അമിഗ്ഡാല കൂളിംഗ് ഓഫ് ഡീസെൻസിറ്റൈസേഷനിലേക്ക് പോകും. അവനത് കണ്ടാൽ ഒന്നും ഫീൽ ചെയ്യൂല. അത് പുരുഷന്റെ സെക്സ്വൽ ഹെൽത്തിനെ ബാധിക്കും. പുരുഷൻ
പുരുഷന്റെ സെക്ഷൽ ആരാണ് കൂടുതൽ ആസ്വദിക്കുന്നത്? ഈ രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് പ്രബുദ്ധ കേരളത്തിൽ ഈ ചർച്ച ഉണ്ടാകുന്നതിനെ പറ്റി ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു നേരത്തെ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ ഭയന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും അല്ല, നമ്മൾ ഫെമിനിസ്റ്റുകളെ നേരത്തെ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നു, ആരും മറുപടി കണ്ടിട്ടില്ല. ഫെമിനിസ്റ്റുകളെ നറേറ്റീവ് നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സ് എന്തിനാണ് ജർമ്മൻ ജിംനാസ്റ്റിക് ടീം എന്തുകൊണ്ട് അവരുടെ വസ്ത്രത്തിന് വേണ്ടി അവർ റിക്വസ്റ്റ് കൊടുത്തു? അവരുടെ വസ്ത്രം കുറവാണ്, റിവീലിംഗ് ആണ്, സെക്ച്വലൈസിംഗ് ആണ് എന്നൊരു പരാതി കൊടുത്തു. അതുപോലെ ബീച്ച് ഹാൻഡ് ബോളിന്റെ വിഷയത്തിൽ നോർവേ നാഷണൽ ടീം എന്തുകൊണ്ട് അവർ പ്രതിഷേധാത്മകമായിട്ട് അവരുടെ പരാതി അംഗീകരിക്കാതെ അവരുടെ വസ്ത്രം തുറക്കുന്നതിനെതിരെ സമരം ചെയ്തു. കേട്ടൂടെ? 2018 സെറീന വില്യംസ് തന്റെ മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് മാത്രം കുറച്ചധികം നീളം കൂടിയ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടായി. സർ, ഇവര് പറയുന്നത് പെൺകുട്ടികൾ വെയർ ചെയ്യുന്ന റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇവർക്ക് പ്രൊവോക്കിംഗ് ആണെന്നാണല്ലോ പറയുന്നത്. അതല്ല, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാഡം പറഞ്ഞു. സെറ്റ് ചെയ്യുന്ന അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന പ്രൊവോക്കേറ്റീവ് ഒരു സെക്കൻഡ് അല്ലെ അദ്ദേഹം പറഞ്ഞ മനസ്സിലായത്, അതായത് നിങ്ങൾ സെക്ഷലി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പുരുഷന്മാർ നടന്ന ഒരു കോൺസ്പിറസി ആണെന്നാ. നൂറ്റാണ്ടുകളായി തുടരുന്ന എങ്ങനെ പറയാൻ മനസ്സ് വരുന്നത് ചേട്ടാ? ഇത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം? എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഇങ്ങനെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സാറിന്റെ മൂക്കിന്റെ പരിധി കഴിഞ്ഞു പോയാൽ ആണല്ലോ, മൂക്കവണ്ട കയറി ഇടിച്ചാലോ അത് ആപേക്ഷികമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് അസ്വാതന്ത്ര്യം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അവർക്ക് ഇവരുടെ വസ്തുതാന അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. രണ്ട് കൾച്ചറിന്റെ രണ്ട് സംസ്കാരത്തിന്റെ ഒരു സംയോജനം കൂടിയുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ ഇടയിലുള്ള ഒരു നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായാൽ ആ പൊതുബോധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ നേരത്തെ സാരി ഉടുത്തോണ്ടിരുന്ന ആളാണ്. എന്നെ അറിയുന്ന ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോ സാരി ഉടുത്തിരുന്ന എനിക്ക് ഇപ്പൊ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ചുരിദാർ ഇട്ടാൽ ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ് ഇപ്പോ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ ശരീരം മറച്ച് അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരീരം മറച്ചുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രസ് കോഡ് അംഗീകരിച്ചേ പറ്റുള്ളൂ. സാറ് പറഞ്ഞു എന്താ ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറിനോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കുക. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കാട്ടി അത് പെൺകുട്ടി അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചുരിദാറും പർദ്ദയിട്ടാൽ റേപ്പ് അറ്റംപ്റ്റ് കുറയുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രമാണ്, ഓൺലി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നല്ല. ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് ഇട്ടാൽ ആക്സിഡന്റ് കുറയും നമ്മൾ പറയും. അതിനർത്ഥം ഹെൽമെറ്റ് ഇട്ട് എല്ലാവരും പോയാൽ തീരെ ആക്സിഡന്റ് മരണം ഉണ്ടാവുന്നല്ല, ഒന്നാമത്തെ പോയിന്റ്. അഥവാ അത് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രം. ഒപ്പം തന്നെ അവിടെ സ്ത്രീ നെയ്ക്കഡായി നടന്നാൽ പോലും പുരുഷൻ റേപ്പ് ചെയ്യുന്നെങ്കിൽ പുരുഷൻ തെറ്റുകാരൻ തന്നെയാണ്, ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അട്രാക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, ആർക്ക പ്രശ്നം? മനസ്സിലായി. സ്ത്രീകൾ നോക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ത്രീകളെ
പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. താങ്കൾ ആദ്യം പോലെ ഇതിനെ പറയുന്നത്. കേൾക്കൂ, മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സിറ്റുവേഷനിൽ സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം, പുരുഷനെ തുറിച്ചുനോട്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ ആസ്വാദികരമായ രീതിയിൽ സ്ത്രീകളെ കൊണ്ട് വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഇപ്പൊ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളുടെ കാര്യം പറഞ്ഞു, മോളുടെ വിഷയം വന്നു, ഭയങ്കരമായിട്ട് വിഷയമായ ഒരു കാര്യമാണത്. ആ കുട്ടി അങ്ങനെ ഒരു ഡ്രസ് ഇട്ടു, അതിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ആ ഡ്രസ് ഇട്ടു. പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞയാള് നല്ല കവർ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അവരുടെ വായിൽ നിന്ന് വീണ ഭാഷ. പക്ഷേ ഇപ്പൊ നമ്മൾ ഒരു കാര്യം മറന്നു വരുന്നത്, യൂട്യൂബിൽ ഈ ധനാഗമ മാർഗം ആയതുകൊണ്ട് ഈ കുറച്ചുകൂടെ ഈ ലൈക്സും ഷെയറും കൂടാൻ വേണ്ടി അങ്ങനെ ഡ്രസ് ഇട്ട് വരുന്നവരുണ്ട്. ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം, ഈ വാർത്താ ലോകത്തും അതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ഇതൊക്കെ ഉയർന്ന കാലം വിദൂരമല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പഠനമുണ്ട്. ഇൻസ്റ്റാഗ്രാം ടീനേജ് പെൺകുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നു, കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫ് സെക്ഷലൈസ് ചെയ്ത വീഡിയോസ് റീൽസും ചെയ്യുന്നുള്ളത്. വേറൊന്ന്, പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ ഇതിലൊരു സോഷ്യൽ കണ്ടീഷന്റെ പ്രശ്നമുണ്ട്. നമ്മളൊരു ചെറിയ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ടെക്സ്റ്റൈൽസിൽ, ഇപ്പൊ എറണാകുളത്ത് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ഇൻഫന്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ബേബി ഡ്രസ്സ് നമ്മൾ നോക്കിയാൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഡ്രസ്സ് നോക്ക്, പെൺകുട്ടികളുടെ ഡ്രസ്സ് മോർ റിവീലിംഗിലായിരിക്കും. അത് അങ്ങനെ വരുന്നുള്ളൂ. നിങ്ങൾ ആരുവാണെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഈ ചെറുപ്പം തൊട്ട് ഈ പെൺകുട്ടികളെ റിവീലിംഗ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് വളർന്നു വരുന്നത്. അത് അങ്ങനെയാണ്. അപ്പൊ ആരാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്? അത് പാട്രിയാർക്കിയാണ്. കാലം മാറുകയാണ്, കാലത്തിനൊത്ത് കോലം കെട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. വസ്ത്രധാരണം ശരാശരി രീതിയിൽ പറഞ്ഞാൽ, ഒരു ആവറേജ് മനസ്സിൽ പറഞ്ഞാൽ അവരവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. അതേസമയം പൊതുസമൂഹം കൽപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.